ഇതാണ് എൻ്റെ പുതിയ ഡെസ്ക്. ഇതിൻ്റെ ഡെസ്ക് മേക്കോർ വീഡിയോയിൽ ഷോർട്സ് നമ്മൾ ഇട്ടിരുന്നു, കാണാൻ മറക്കണ്ട. അപ്പോൾ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നൊരു ജേർണലിംഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. എൻ്റെ ചാനലിൽ ജേർണലിങ്ങും പല വീഡിയോസുകളും ഞാൻ ഇടാറുണ്ട്. എൻ്റെ ഡെസ്കിൻ്റെ മുകളിൽ ഒരു ഫുൾ വീഡിയോ ആയിട്ട് ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. അതുകൊണ്ടാണ് കുറേ സ്റ്റിക്കേഴ്സുകളുണ്ടോയെന്ന് വെച്ചാൽ എന്നും പറയുന്ന പോലെ തന്നെ എൻ്റെ അടുത്ത് കുറേ സ്റ്റിക്കേഴ്സുകളുണ്ട്. അതിലത്തെ കുറച്ച് സ്റ്റിക്കറും ഇങ്ങോട്ട് വെച്ചു, അങ്ങനെയാണ്. പിന്നെ ഇതാണ് പുതിയ സ്റ്റിക്കർ എടുക്കുന്ന സംഭവം. ഇതിൻ്റെ പേര് എനിക്കറിയില്ല, പക്ഷേ ആ ഒരു സ്റ്റിക്കർ ഞാൻ ചതിച്ചു കൈസ. ഗേൾ കീറിപ്പോയി. ഇതാണ് നമ്മൾ എടുക്കാൻ പോകുന്ന ഗേൾ. നമുക്കൊന്ന് പീൽ ചെയ്ത് നോക്കാം. പീൽ ചെയ്യാനൊക്കെ നല്ല കറുത്തിയായിട്ട് പറ്റുന്നുണ്ട്. ആദ്യം കൈയിട്ടൊന്ന് പീൽ ചെയ്യാമെന്ന് വിചാരിച്ചു, പറ്റുന്നില്ല. അപ്പോൾ ഗൈസ്, നമ്മൾ കൈയ്യേറ്റ് കുറേ നോക്കി, പറ്റുന്നില്ല. അതുകൊണ്ട് നമ്മളുടെ ഈ ഒരു പീൽ ചെയ്യുന്ന സംഭവം തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കുറേ നേരം എടുക്കാൻ ശ്രമിക്കുന്നു, ഒന്നും പറ്റുന്നില്ല. കുറേ നേരമായി, എത്ര നേരമായി എന്നറിയോ ഞാനത് കൈയ്യേറ്റ് ഇങ്ങനെ പറിച്ചെടുക്കാൻ നോക്കുന്നത്. ഒന്നും കൊണ്ട് പറ്റുന്നില്ല. അതുകൊണ്ട് അവിടെ ഇട്ടിട്ട് പോകാമെന്നാണ് എൻ്റെ ഒരു വിചാരണ. അപ്പോൾ ഗൈസ്, നമ്മൾ അടുത്ത സ്റ്റിക്കർ എടുക്കാനുള്ള ഒരു വിചാരണ എനിക്ക് വന്നിട്ടുണ്ട്. കാരണം അതായത് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള സ്റ്റിക്കറിൽ ഗേള് ആ ഒറ്റൊന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ അത് എടുക്കാൻ പറ്റുന്നില്ല. ബാക്കിയുള്ളൊക്കെ കയറി പോവുകയാണ്. അതുകൊണ്ട് അവിടെ ഇട്ടിട്ട് പോരാന്ന് വലിയൊരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ അനുഭവം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഒക്കെ എങ്ങോ എടുത്ത് വെച്ചിട്ടുണ്ട്. എഡിറ്റിങ് ചെയ്യാൻ കുറച്ച് സമയം എടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് കുറേ കഷ്ടപ്പെട്ടിട്ടും ആ സംഭവം കിട്ടുന്നില്ല എനിക്ക്. പീൽ ചെയ്യുന്ന സംഭവമായിട്ട് കുറേ നോക്കി, കത്രികയായിട്ട് നോക്കി, ഒന്നായിട്ടും എനിക്കങ്ങനെ പറ്റുന്നില്ല. കയ്യേറ്റാണെങ്കിലും കീറിപ്പോവാണ്, എന്തായിട്ടാക്കിയാലും കീറിപ്പോവുകയാണ്. എനിക്കിത് ഒട്ടിക്കണ്ടേ, വലിച്ചെറിയണോ, അങ്ങനത്തെ ഒരു ഇതിലായിരുന്നു. കീറന്നല്ലാതെ വേറെ ഒന്നും ഉണ്ടായില്ല. പിന്നെ ഞാൻ ഓരോ പീസ് അങ്ങനെ വെച്ച് പോകണോ, യോജിപ്പിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട്. പക്ഷേ ഒരു വൃത്തി ഉണ്ടാവില്ല എന്നൊക്കെ തോന്നി. അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ മുടിയൊക്കെ കാണാം, അതിൻ്റെ തല എടുത്തപ്പോൾ ഞാൻ ഒട്ടിക്കുന്നുണ്ട്. ഒരു വൃത്തി തോന്നുന്നില്ലല്ലോ. അതന്നെ, അതിൻ്റെ ഇടയ്ക്ക് ഒരു പേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. വേറൊന്നിനല്ല, ഇത് ചെയ്യാനാണ്. കാരണം നമ്മൾ കളറ്, അതായത് ഇപ്പോൾ സ്കെച്ചായിട്ട് ആക്കുമ്പോൾ അതിൻ്റെ ബാക്കിൽ പിടിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റിക്കറുമൊക്കെ അതായി ഒരു മാതിരി ജേർണലാവും. അതുകൊണ്ടാണ് നമ്മൾ ഒരു പേജ് ഒഴിച്ചിട്ടത്. അപ്പോൾ നമ്മൾ പറിച്ചെടുത്തിട്ടോ, അല്ലാതെ ഇപ്പോൾ വീക്കണില്ല. വേറെ സ്റ്റിക്കർ എടുത്ത് ഒട്ടിക്കാം എന്നുള്ള ഇതിൽ തന്നെയാണ്. ഇത് കിട്ടണില്ല, ബുക്കൊക്കെ കീറുമെന്നുള്ള പേടിയുണ്ട്. അപ്പോൾ നമ്മളത് കീഴെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മീഷോത്തെ ആ ഒരു സ്ലൈറ്റ്. അത് ആരും കാണാൻ മറക്കണ്ട. പിന്നെ നമ്മൾ ഗിഫ്റ്റ് ബോക്സും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ആരും കാണാൻ മറക്കണ്ട. കുറേ ജേർണലിങ്ങിൻ്റെ വീഡിയോസുകളും ഇട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ ഈ ഒരു സ്റ്റിക്കർ എടുത്ത് വന്നു, നേരെ അവിടെ ഒട്ടിച്ചു. നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ സ്റ്റിക്കർ കാണാൻ. ഇതൊക്കെ തന്നെ എൻ്റെ തന്നെയാണ്. പിന്നെ നമ്മൾ വേറെ ഒരു സ്റ്റിക്കർ എടുത്ത് വന്നു, പക്ഷേ അത് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കൈയ്യേറ്റ് തന്നെ കണ്ട് ഒട്ടിച്ച് എല്ലാവരും നമ്മളോട് കളി. അങ്ങനെ നമ്മൾ അടുത്ത് ഒട്ടിച്ചിട്ടുണ്ട്. ഇപ്പം നല്ല രസമുണ്ടോ, വാ ഗേളിന് ഒട്ടിക്കണമെന്ന് തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ കുറച്ച് സ്റ്റിക്കേഴ്സുകളാണ് ഒട്ടിച്ചിട്ട് സീക്രട്ട് മെസ്സേജ് ഉണ്ടായിരുന്നു. ഈ സീക്രട്ട് മെസ്സേജ് എന്താണ് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് സീക്രട്ട് മെസ്സേജ്. ഞാൻ അതിൻ്റെ മുകളിൽ എഴുതി കാണിച്ചാണ്. സീക്രട്ട് മെസ്സേജ് എങ്ങനെ എഴുതുകയെന്ന് വെച്ചാൽ, ആദ്യം ഡാർക്ക്, അതായത് ബ്ലൂ മഷി കൊണ്ടോ അല്ലെങ്കിൽ ബ്ലാക്ക് മഷി കൊണ്ടോ ഒക്കെ ആദ്യം എഴുതുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഡാർക്ക് കളറായിട്ട് ഒന്ന് സ്കെച്ച് ചെയ്ത് കൊടുക്കുക. അതുകൊണ്ടായിരുന്നു ആദ്യം റെഡ് എടുത്തിരുന്നത്. പിന്നെ അത് കിട്ടാത്തതുകൊണ്ട് തന്നെ നമ്മൾ നേരെ പർപ്പിളാക്കി. പക്ഷേ എൻ്റെ അടുത്ത് പർപ്പിളില്ല. പിന്നെ സീക്രട്ട് ജേർണലല്ലേ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ പർപ്പിളില്ലാത്തതുകൊണ്ട് വയലറ്റ് എടുത്തു. ഈ പർപ്പിളും വയലറ്റും വേറെ കേട്ടോ, അങ്ങോട്ട് ശ്രദ്ധിക്കണം. ഈ വയലറ്റ് എന്ന് പറയുമ്പോൾ കുറച്ച് ഡാർക്കും, പർപ്പിൾ എന്ന് പറയുമ്പോൾ കുറച്ച് ലൈറ്റും ആയിരിക്കും. പിന്നെ ഒരു യെല്ലോ ജേർണലിംഗ് ആണ്. ഈ യെല്ലോ ജേർണലിംഗ്
ചെയ്യണമെന്ന് മൈൻഡിൽ കിടക്കാത്തൊരു സംഭവമാണ്. എനിക്ക് യെല്ലോ ജേർണലിങ് ചെയ്യണം എന്ന് നല്ല ആഗ്രഹം, അതുകൊണ്ടാണ് ചെയ്യുന്നത്. ഞാൻ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് അടിപൊളിയാക്കാനുള്ളൊരു പ്ലാനിലാണ്. അങ്ങനെ സ്റ്റിക്കർ ഒട്ടിച്ചു. ഞാൻ അടുത്ത സ്റ്റിക്കർ ഒട്ടിച്ചു. എനിക്ക് ഈ ഗേളിന് ഒട്ടിക്കണമെന്ന് യാതൊരു വിധ നിർബന്ധമൊന്നുമില്ല, ഞാനും അങ്ങോട്ട് ഒട്ടിച്ചതാണ്. വീഡിയോക്ക് മാത്രമായിട്ടാണ് കേട്ടോ ആ ഗേളിന് ഒട്ടിക്കുന്നത്. അടുത്ത് കുറേ അക്ഷരപരിചകളൊക്കെ ഒട്ടിച്ചു. സ്റ്റിക്കറോ ഓവറായാലും എന്താ സംഭവം കിട്ടിയാൽ പോരെ. എന്നിട്ട് കുറച്ച് സീക്രട്സ് ഒക്കെ എഴുതി കൊടുത്തു. ഇതാണ് യെല്ലോ ജേണൽ. അപ്പോൾ 2 ജേണൽ ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞു. ഇതാണ് നമ്മുടെ യെല്ലോ. അങ്ങനെ പൂട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഡെസ്ക് ക്ലീനിങ് ആക്കാം. ഇപ്പം തന്നെ പശകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീണിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ ഈ മാർക്കേഴ്സുകളുടെ ആ ഒരു ഇത് പൂട്ടാം. ഓക്കെ, അത് പൂട്ടിയിട്ടുണ്ട്. പൂട്ടാൻ വലിയ പാടമെന്ന് വെച്ചാൽ ഇല്ലല്ല, അങ്ങനെ പാടൊന്നുമില്ല. പിന്നെ നമ്മളുടെ ജേണലിൻ്റെ ബുക്ക് വെക്കാനുള്ള സ്പേസിൽ നമ്മൾ ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ട്, അതുകൊണ്ട് അതൊക്കെ മാറ്റി വെക്കുന്നുണ്ട്. ആദ്യം തന്നെ അത് മാറ്റിക്കണം, അല്ലെങ്കിൽ എല്ലാം മറിഞ്ഞു പോവും. അങ്ങനെ ഡെസ്ക് ക്ലീനിങ് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഓരോന്നും ഓരോ രീതിയിലാണല്ലോ ചെയ്യേണ്ടത്, അതുകൊണ്ട് തന്നെ നമ്മൾ ഒന്ന് മാറ്റി അടുത്ത് വെച്ച് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ഓരോ സാധനങ്ങളും അതിൻ്റെ മുകൾക്ക് ഇങ്ങനെ പെറുക്കി കയറ്റി വെക്കൽ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ അടുത്ത് ആകെ 2 വാഷി ടേപ്പേ ഉള്ളൂ, ഒന്ന് ഗ്രീനും പിന്നെ രണ്ടാമത്തേത് ആ ഒരു ഇതും അതന്നെ ഉള്ളൂ. വേറെ ഒന്നും അങ്ങനെ ഇല്ല. എനിക്ക് വാഷി ടേപ്പ് വേണമെന്ന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. വാഷി ടേപ്പ് വെച്ച് അങ്ങനെ ജേർണലിംഗ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ നമ്മുടെ സംഭവകരമായ സാധനങ്ങളൊക്കെ എടുത്തൊക്കെ തുടങ്ങി. സ്പൈഡർമാൻ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ. പിന്നെ ഇത് ഡോറിമോൻ കേട്ടോ, ഡോറിമോൻ്റെ കിച്ചൻ. അപ്പോൾ അതൊക്കെ നല്ലപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു പെന്ന് ഇവിടെ ഇരിക്കട്ടെ, ഒരു വെറുതെ ആവശ്യത്തിന് വെച്ചാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.